ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു എന്നാണ്. ഭൂമിയെ പച്ചപ്പണിയിക്കുവാൻ, ഭൂമിക്ക് ഒരു തണൽപ്പന്തൽ തീർക്കുവാൻ ഹരിതം സുന്ദരത്തിൻ്റെ സ്നേഹോപകാരം. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 അത് കഴിഞ്ഞില്ല. എങ്കിലും മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും 100 കഥകൾ പറഞ്ഞിട്ടുള്ള ഹരിതം സുന്ദരത്തിന് ഈ ചരിത്ര ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞു. 1 കോടി വൃക്ഷത്തൈകൾ നടുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗം കൂടിയാകുകയാണ് ഞങ്ങൾ. ഇന്ന് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഒരു തൈ ഞങ്ങൾ ഭൂമിക്കായി സമർപ്പിക്കുകയാണ്. ഭൂമിക്കായി വൃക്ഷം നടുമ്പോൾ ഒരു തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് അത് സമർപ്പിക്കപ്പെടുക. അത്തരത്തിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി അന്നമുണ്ടാക്കാൻ അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഇന്ന് ഹരിതം സുന്ദരം പറയുന്നത്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കലയപുരത്ത് നന്ദനം ഫാംസിൻ്റെ ഉടമ നന്ദകുമാറിൻ്റെ കൃഷിത്തോട്ടത്തിലേക്കാണ് ഇന്ന് യാത്ര. ആടും കോഴികളും പച്ചക്കറിയുമൊക്കെ നന്നായി വിളഞ്ഞു നിറയുന്ന ആ പറമ്പിലേക്ക്, ആ പറമ്പിൻ്റെ കാഴ്ചകൾ കാണാൻ ഒരു യാത്ര പോകും. ഭൂമിയുടെ മേലാകെ തളിർപ്പന്തലൊരുക്കുവാൻ വലിയ ഉത്സവങ്ങൾ നടക്കുന്ന പരിസ്ഥിതി ദിനം. ലോകമെമ്പാടും ആഘോഷിക്കുന്ന പരിസ്ഥിതി ദിനത്തിൽ ഹരിതം സുന്ദരം നേരെ പോയത് കൊല്ലത്തിന്റെ കിഴക്കൻ മലയോരത്തേക്കാണ്. ഒരു കൂട്ടം നല്ല കർഷകരുണ്ട് ഇവിടെ. അവരുടെ കൂട്ടായ്മയാണ് ഗ്രീൻലാൻഡ് ഫാമേഴ്സ് ക്ലബ്. തുടങ്ങിയിട്ട് വർഷം 3 ആയിട്ടില്ല. നല്ല മണ്ണിൽ നിന്ന് നല്ല ആഹാരം കഴിക്കണം എന്ന സന്ദേശമുയർത്തിയാണ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. വനിതകളും വിദ്യാർത്ഥികളും പരിണിതപ്രജ്ഞരായ കർഷകരും അടങ്ങുന്ന വലിയൊരു കൂട്ടായ്മയാണ് ഗ്രീൻലാൻഡ് ഫാമേഴ്സ്. ക്ലബിന്റെ വാർഷികം നടക്കുകയാണ്. അധ്യയന വർഷത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ക്ലബ്ബ് ആദരിക്കുന്നുണ്ട്. എല്ലാവരുടെയും കയ്യിലുണ്ട് ഒരു വൃക്ഷത്തൈ. കൂവളവും ജാതിയും വേങ്ങയും പ്ലാവുമൊക്കെ അടങ്ങുന്ന വൻവൃക്ഷങ്ങൾ. ക്ലബ്ബിൽ കർഷകരോട് സംവദിക്കാനെത്തുന്നത് ധനകാര്യ സ്ഥാപനങ്ങളുടെ മാനേജർമാരും സാങ്കേതിക വിദഗ്ധരുമാണ്. ആ ആഘോഷത്തിൽ ഞങ്ങളും കൂടി. ക്ലബിന്റെ മുതിർന്ന ഭാരവാഹി കൂടിയാണ് നന്ദകുമാർ. ഇനി നന്ദകുമാറിന്റെ കൃഷിയിടത്തിലേക്കാണ് ഒരു യാത്ര. ക്ലബിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു പരിച്ഛേദം തന്നെയുണ്ട് ഇവിടെ. കലയപുരത്തെ നന്ദനം ഫാംസിന് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്. 3 ഏക്കർ വരുന്ന വിശാലമായ ഭൂമികയിൽ ഇല്ലാത്തതൊന്നുമില്ല. വളത്തിന്റെ ചൈതന്യം കൊണ്ട് മികച്ചു നിൽക്കുന്ന ഒരു കൃഷിയിടമാണ് നന്ദകുമാറിൻ്റേത്. അതിനൊക്കെ കൂട്ടായത് പറമ്പിന്റെ ഒത്തനടുവിൽ പ്രവർത്തിക്കുന്ന ആട് ഫാമാണ്. ആടറിയുമോ അങ്ങാടി വാണിഭം എന്നാണ് ചൊല്ല്. എന്നാൽ നാടറിയേണ്ട ആട് വാണിഭമാണ് കലയപുരത്ത് നടക്കുന്നത്. ഒക്കെയും നന്ദകുമാറിന്റെ നന്ദനം ഫാംസിൽ. 1ഉം 2ഉമല്ല, 100ഓളം വരും ആടുകളുടെ സംഖ്യ. ആടുകൾ പലതരമുണ്ടെങ്കിലും അവയൊന്നും നന്ദകുമാറിന് സ്വീകാര്യമല്ല. സാക്ഷാൽ മലബാറിക്കായി ഒരു സ്വർഗം, അതായിരുന്നു സ്വപ്നം. അത് തീർക്കാൻ ചില്ലറയൊന്നുമല്ല നന്ദകുമാർ കഷ്ടപ്പെട്ടത്. ആടുകൾക്കായി ഭംഗിയുള്ള ഒരു കൂടാരമൊരുക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. അതിന്റെ തറ തടികൊണ്ട് തന്നെയാവണം. എങ്കിൽ മാത്രമേ ആടുകളുടെ കുളമ്പുമായി അത് സൗഹൃദത്തിലാവൂ. 4 അടി പൊക്കത്തിൽ ഹോളോ ബ്രിക്സ് കൊണ്ട് അരമതിൽ തീർത്തു. അതിനു മുകളിൽ 1-ാം തരം വയർമെഷാണ്. വയർമെഷിലൂടെ ആടുകൾക്ക് പ്രകൃതി കാണാം. പുറത്തെങ്ങും നീണ്ടുകിടക്കുന്ന ഹരിതാവയാണ് ആ കാഴ്ച. വയർമെഷിലൂടെ വായു അനായാസേന കയറിയിറങ്ങിപ്പോകും. ആടുകൾക്ക് ഒരു വസന്തകാലം. മലബാറി ചില്ലറക്കാരനല്ല. മലബാറിൽ വ്യാപാരത്തിന് വന്ന അറേബ്യൻ വ്യാപാരികൾ കൊണ്ടുവന്ന ആടുകളിൽ നിന്നാണ് അവരുണ്ടായത്. അറേബ്യൻ ആടുകളും നമ്മുടെ നാടനാടുകളും ചേർന്ന സങ്കരമാണ് സാക്ഷാൽ മലബാറി. തലശ്ശേരി ആടുകളെന്നും ഇവരെ പറയാം. മഹാത്മാഗാന്ധി ആടുകളെ വിശേഷിപ്പിച്ചത് പാവപ്പെട്ടവന്റെ പശു എന്നാണ്. മഹാത്മജി കുടിച്ചിരുന്നതും ആടുകളുടെ പാല് തന്നെ. ആടുകൾക്ക് പുതുകാലത്തിൽ മറ്റൊരു പേരുണ്ട്, പാവപ്പെട്ടവന്റെ ATM. എപ്പോൾ വേണമെങ്കിലും വിറ്റ് കാശാക്കാം എന്നതാണ് ആടുകളുടെ പ്രത്യേകത. എനിറ്റെയും മണിയാണ് അവർ. സ്വർണ്ണപ്പണ്ടം പോലെ എപ്പോഴും വിറ്റ് കാശാക്കാവുന്ന ആടുകൾ ചില്ലറ വരുമാനമല്ല ഫാമുകാർക്ക് നേടിക്കൊടുക്കുക. നന്ദകുമാറിന് ഇത് നന്നായി അറിയാം. മലബാറി ഒറ്റപ്രസവത്തിൽ 2ഓ 3ഓ കുട്ടികളെ നൽകുന്ന ആടിനമാണ്. 6ാം മാസത്തിൽ തന്നെ ഒരു പ്രസവം സാധ്യമാകും. വർഷത്തിൽ 4 മുതൽ 6 ആട്ടിൻകുട്ടികളെ വരെ വിൽക്കാം. മലബാറി ആടിനാകട്ടെ വൻ ഡിമാൻഡാണ്. എല്ലിന് ഭാരക്കൂടുതലുള്ള ജമുനാപ്പാരി, സിരോഹി തുടങ്ങിയ ആടുവർഗ്ഗങ്ങളെ ഇപ്പോൾ കച്ചവടക്കാർക്ക് വേണ്ട. ഗൾഫിൽ പോലും പ്രിയം സാക്ഷാൽ മലബാറി മട്ടന് തന്നെ. നന്ദകുമാറിന് ഇപ്പോൾ വിവിധങ്ങളായ കൃഷിയുണ്ട്. പച്ചക്കറിയുണ്ട്, ആടുണ്ട്, അത്തരത്തിലുള്ള വിവിധങ്ങളായ കൃഷിമാർഗ്ഗങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ ഒരു ചെറുപ്പക്കാരന് ഒരു വാർഷിക വരുമാനം, ജീവിക്കാൻ ഉതകുന്ന വാർഷിക വരുമാനം കിട്ടുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ജീവിക്കാനുള്ള മാർഗം ഉണ്ടാവും. അതല്ലാതെ
വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമോ അതല്ലെന്നുണ്ടെങ്കിൽ കൃഷി ഒരു ഹോബിയായിട്ട് കർഷകനാണെന്ന് പറയുകയും പക്ഷേ സമയം അനുസരിച്ച് കൃഷി ചെയ്യാതിരിക്കുകയും ചെയ്താൽ വരുമാനം ഒരിക്കലും ഉണ്ടാവില്ല. കൃഷി എപ്പോഴും ലാഭകരമാകുന്നത് അത് നമ്മൾ മാർക്കറ്റ് അറിഞ്ഞ് കൃഷി ചെയ്യുമ്പോൾ മാത്രമാണ്. അതായത് മാർക്കറ്റിൽ നമുക്ക് കിട്ടേണ്ട വില എല്ലാ സമയങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഏത്തവാഴയ്ക്ക് തന്നെ നേന്ത്രക്കൊലയ്ക്ക് ഇപ്പോൾ കിലോയ്ക്ക് 80 രൂപ മുതൽ മുകളിലോട്ട് വിലയുണ്ട്. എന്നാൽ ഇത് സീസണിൽ 25 രൂപ 26 രൂപയെ കിട്ടുള്ളൂ. നമുക്ക് 80 രൂപ വിലയുള്ളപ്പോൾ ഏത്തക്കൊല നമുക്ക് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കർഷകൻ എപ്പോഴും 10 ഇരട്ടി ലാഭം ഉണ്ടാവും. നന്ദകുമാർ, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നന്ദകുമാർ സത്യം മാത്രം പറയും എന്നുള്ളൊരു പ്രതീക്ഷയും ഞാൻ ചോദിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരന് അവന് വാർഷിക വരുമാനം കിട്ടത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ പറ്റുന്ന ഒന്നാണോ ഈ കൃഷി? കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് കർഷകൻ എപ്പോഴും മാർക്കറ്റ് അറിഞ്ഞ് കൃഷി ചെയ്യുക. മാർക്കറ്റ് അറിഞ്ഞ് കൃഷി ചെയ്യുക എന്നതെന്ന് പറഞ്ഞാൽ വില നിലവാരം എപ്പോഴും മാർക്കറ്റിൽ സ്ഥിരതയല്ല. നമുക്ക് മലയാളിക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം 4 മാസങ്ങളിൽ ഏത്തക്കൊലയ്ക്ക് എപ്പോഴും മാർക്കറ്റിൽ എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ 15 വർഷമായി ഈ 4 മാസങ്ങളിൽ ഏത്തക്കൊലയ്ക്ക് നല്ല വിലയാണ് കിട്ടുന്നത്. ഇപ്പോൾ 85 രൂപ വരെ കിട്ടുന്നുണ്ട്. 80 മുതൽ 85 രൂപ വരെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്നത് വലിയൊരു മാർക്കറ്റാണ്. കാരണം ഓണവിപണി വരാൻ പോവുകയാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ ഈ വിപണി ലക്ഷ്യമിട്ട് എന്തൊക്കെ പ്ലാനിങ്ങാണ് നന്ദകുമാർ നടത്തിയത്? ഞാൻ ഓണം ലക്ഷ്യമാക്കി ഇപ്പോഴേ നമ്മുടെ ചേമ്പ് നട്ടിട്ടുണ്ട്. പാണ്ടിച്ചേമ്പ് ഇല്ലാതെ ഓണം കൊള്ളാൻ പറ്റില്ല. അതുപോലെ 600 ഏത്തവാഴ നട്ടിട്ടുണ്ട്. അതെല്ലാം കുലച്ചു തുടങ്ങി. അതുപോലെ ഈ ജൂൺ 10-ാം തീയതിയോടനുബന്ധിച്ച് ഞാൻ പയറ്, പാവൽ ഇത് രണ്ടും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം 70 ദിവസം മതി ഇതിൻ്റെ കൃഷിയുടെ സമയം. 70 നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ 70ൻ്റെ അന്ന് കിട്ടും. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പാവലും പയറും ചേനയും ചേമ്പും ഏത്തയ്ക്കായും ഇല്ലാതെ ഒരു ഓണം കൊള്ളാനേ പറ്റില്ല. പ്രത്യേകിച്ച് നാടൻ സാധനങ്ങളിൽ മാത്രം കാത്തിരിക്കുന്ന ഒരു 50% ഉപഭോക്താവ് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ പച്ചക്കറി ചെയ്യുന്നു, അതോടൊപ്പം തന്നെ വളരെ സംയോജിതമായ ഒരു കൃഷിയാണ് ആടിനെ പരിപാലിക്കുന്നത്. അപ്പോൾ ഈ ആട് പരിപാലനം കൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം എന്താ? ആട് പരിപാലനം കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും സമ്പൂർണ്ണ ജൈവ കൃഷിയാണ് എന്ന്. പക്ഷേ സമ്പൂർണ്ണ ജൈവ കൃഷി ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും ജൈവവളം വേണം. ജൈവവളം പണം കൊടുത്ത് വാങ്ങിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ജൈവവളം വാങ്ങിക്കുന്നതിനുണ്ടാകുന്ന കോസ്റ്റ് ഒരിക്കലും നമുക്ക് കർഷകൻ താങ്ങാൻ പറ്റില്ല. ആയതിനാൽ സ്വന്തമായ ഫാമുള്ളവർക്ക് മാത്രമേ മികച്ച ഒരു ജൈവ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ചൈതന്യമുള്ളവരാണ് മലബാറി ആടുകൾ. നന്ദനം ഫാംസിൽ അവർക്ക് പ്രത്യേക സംരക്ഷണമുണ്ട്. താഴോട്ടു തൂങ്ങിയ ചെവികളും തിളങ്ങുന്ന കണ്ണുകളുമായി 100ഓളം ആടുകൾക്ക് പാർക്കാൻ ഒരിടമുണ്ട്. പാലിലെ കൊഴുപ്പ് കണങ്ങൾ ചെറുതാണ് എന്നതുകൊണ്ട് ആട്ടിൻപാൽ മറ്റു രോഗമുള്ളവർക്കും കഴിക്കാം. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിൽ ഒരു സഹായി കൂടിയാണ് ആട്ടിൻപാൽ. മലബാറി ആടുകൾ നിരവധിയുണ്ടെങ്കിലും അവരുടെ പ്രജനനത്തിൽ പ്രത്യേക തന്ത്രങ്ങളാണ് നന്ദകുമാർ പയറ്റുന്നത്. ആട് ഫാമിൽ സ്വന്തമായി ചില കണക്കുകൂട്ടലുകൾ വേണം. അടുത്ത രക്തബന്ധമുള്ള ആടുകളെ തമ്മിൽ ഇണചേർക്കുകയേയില്ല. വരുന്ന തലമുറ മോശമായി പോകാൻ മറ്റ് കാരണങ്ങൾ അന്വേഷിക്കേണ്ട. 10 പെണ്ണാടിന് ഒരാണാട് എന്നുള്ളതാണ് ഒരു പ്രജനന കണക്ക്. എല്ലാ വർഷവും മുട്ടന്മാരെ മാറ്റിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാവുമ്പോൾ ചൈതന്യമുള്ള ഒരു പുതുതലമുറ വളർന്നു വരും. 3-ാം മാസം വരെ പാൽ നൽകി ആട്ടിൻകുട്ടികളെ വിൽക്കാം. എങ്കിലും നന്ദനം ഫാംസിൽ ആട്ടിൻകുട്ടികളുടെ സംഖ്യ പെരുക്കലാണ് നന്ദകുമാറിന്റെ പ്രധാന ചുമതല. ആടിന് ഒരു സ്വഭാവമുണ്ട്, എന്തും കടിക്കും. അത് കൈപ്പേറിയതായാൽ ഏറെ നല്ലത്. കൈപ്പേറിയ ഇലകളായ കൊന്ന, ഇലഞ്ഞി, പ്ലാവ് എന്നിവയാണ് ആട്ടിൻതീറ്റ. ആട്ടിൻതീറ്റയിൽ ഒരു മത്സരം വേണം. ഇലകൾ കെട്ടി മുകളിൽ നിന്ന് താഴോട്ട് തൂക്കിയാൽ ആടുകൾ കൂട്ടത്തോടെ ഇടിച്ച് തീറ്റയ്ക്കായി മത്സരിച്ചുള്ളൂ. ഒറ്റയ്ക്ക് ഒരാടിന് തീറ്റ നൽകുന്ന പതിവ് വലിയ ഫാമുകളിലില്ല. തീറ്റ സമയം ഒരു കൂട്ടം ആടുകൾക്ക് ഒരു തീറ്റ നൽകുക എന്നതാണ് രീതി. ഇല അങ്ങനെ പോകട്ടെ, സാന്ദ്രീകൃത തീറ്റയുടെ കാര്യത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ഉണക്കക്കപ്പ, ഉപ്പ് ചേർക്കാത്ത ഉണക്ക മത്സ്യം, കടലപ്പിണ്ണാക്ക്, ഗോതമ്പ് തവിട്, ധാതുലവണ മിശ്രിതം എന്നിവ ചേർന്ന പൊടിത്തീറ്റയാണ് നന്ദനം ഫാംസിൽ ആടുകൾക്ക് സ്പെഷ്യൽ. അതും ഒരു കൂട്ടം ആടുകൾക്ക് ഒരുമിച്ച് കഴിക്കാൻ പാകത്തിൽ ഒരു പാത്രത്തിൽ നൽകും. നല്ല ധാന്യത്തീറ്റയും ഇലത്തീറ്റയും കഴിച്ചു വളരുന്ന ആടുകൾ ചൈതന്യമുള്ളവരായി വിലസും.
ഇപ്പോൾ ഈ ആടിൻ്റെ വളം ജൈവ കൃഷിക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ്, നേർപ്പിച്ചാണോ അത് നേരിട്ട് കൃഷിയിലേക്ക് ഇറക്കാവോ? ജൈവവളം ആടിൻ്റെ കാഷ്ടമാണ് നമ്മൾ ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നത്. അത് 2-3 മാസം ചാക്കിനകത്ത് കെട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് കമ്പോസ്റ്റ് വളത്തിൻ്റെ രൂപത്തിലാവും. അത് നമുക്ക് മണ്ണിൽ പെട്ടെന്ന് ലയിക്കുകയും നല്ല ഈൽഡ് നമുക്ക് ചെടിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ആട്ടിൻ കുട്ടികളിൽ നിന്നുള്ള ഒരു വരുമാനം എങ്ങനെ? ഇത് ആടിൻ്റെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ഫാമിൽ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഒരാടിനെ മാത്രമേ ഞാൻ 4.5 വർഷത്തിന് മുമ്പ് വാങ്ങിച്ചുള്ളൂ. ഈ കാണുന്ന ആടുകൾ മുഴുവനും എൻ്റെ ഇവിടെ ഉണ്ടായതാണ്. എൻ്റെ മക്കളാണ് ഇവർ ഞാൻ കൊടുക്കുന്നത് എന്തും കഴിക്കും. എനിക്കുള്ള കൃഷിയിടങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ വേസ്റ്റുകളും ഈ ആട് കഴിക്കുന്നു. ആടിന് പ്രത്യേക രീതിയിൽ എനിക്ക് തീറ്റയ്ക്ക് പൈസയാകുന്നില്ല. ആട് തിരിച്ചെനിക്ക് വളം തരുന്നു. ഈ വളം ഞാൻ വീണ്ടും ഭൂമിയിൽ ഉപയോഗിക്കുന്നു. ഇങ്ങനെ റീസൈക്കിളായിട്ട് എനിക്കുള്ള കൃഷിയും ആടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു സംഘടന, അതിനകത്ത് വളരെ സജീവ അംഗമായി അതിൻ്റെ ഭാരവാഹിത്വം വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ കർഷകരുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുന്നതുകൊണ്ടൊരു ഗുണം എന്താ? അതായത് ഒരു കർഷകനായ എനിക്ക് തോന്നിയ ആശയമാണ്, എനിക്കുള്ള പ്രദേശത്തുള്ള ഒരു 50 ഭവനങ്ങളിൽ സ്വന്തമായി അവരുടെ മുറ്റത്ത് തന്നെ വിളയിപ്പിച്ചെടുത്ത ഭക്ഷണം കഴിക്കണമെന്നുള്ള ആഗ്രഹം. അത് എല്ലാവർക്കും ഉണ്ടാകത്തില്ല, കർഷകർക്ക് മാത്രമേ അത് അങ്ങനെയുള്ള ഒരു സിസ്റ്റം കിട്ടത്തുള്ളൂ. അങ്ങനെ എനിക്കുള്ള പരിസരത്തുള്ള 35 കുടുംബങ്ങളെ സമീപിച്ച് അവർക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ കൊടുത്ത് അവരെ സംഘടനയിലോട്ട് കൊണ്ടുവന്ന് നബാർഡുമായിട്ട് ബന്ധപ്പെട്ട് നബാർഡിൻ്റെ അഫിലിയേഷനോടുകൂടി ഞങ്ങൾ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തു. അങ്ങനെ അതിൽ ഇപ്പോൾ 35 അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളെല്ലാവരും സജീവ പ്രവർത്തകരാണ്. ഇവർക്ക് വേണ്ടുന്ന സമയാസമയങ്ങളിൽ വിത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. എനിക്കുള്ള ഫാമിലുണ്ടാകുന്ന വിത്ത് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ ജൂൺ മാസവും 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനത്തിൽ ഞങ്ങൾ അവിടെ മീറ്റിംഗ് കൂടാറുണ്ട്. ഇത് കൂടാതെ വൃക്ഷത്തൈകൾ ശേഖരിച്ച് അന്നേ ദിവസം വൃക്ഷത്തൈകളും നൽകുന്നുണ്ട്. ഈ കലയപുരം പ്രദേശത്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് 30-ൽ പരം വൃക്ഷങ്ങൾ ഞങ്ങളുടെ സംഘടനയുടേതായിട്ട് രീതിയിൽ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്നു. ആടുകളുടെ വളമാണ് തൻ്റെ പറമ്പിൻ്റെ ചൈതന്യമെന്ന് പറയാൻ നന്ദകുമാറിന് മടിയില്ല. ആട്ടിൻ വളത്തിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ട് പറമ്പാകെ ഹരിതാഭമാക്കി മാറ്റിയിരിക്കുകയാണ് നന്ദകുമാർ. ജൈവവളമുണ്ടാക്കാനും ആട്ടിൻ വളം തന്നെ കൂട്ട്. വലിയ കന്നാസുകളിൽ ആടുകളുടെ കാഷ്ടം, കൃഷിയിടത്തിലെ മണ്ണ്, പുളിപ്പിച്ച കടലപ്പിണ്ണാക്ക്, പയർപൊടി ഇവ ചേർത്താണ് ജൈവവളം നിർമ്മിക്കുക. 2-3 ദിവസം കൂടുമ്പോൾ വലത്തേക്കുള്ള ചുറ്റലിൽ ഇളക്കി കൊടുക്കണം, അത്രമാത്രം. 1-ാം തരം ജൈവവളം തയ്യാർ. ജൈവവളം 1ക്ക് 8 നേർപ്പിച്ചാണ് പ്രയോഗം. വലിയ ഒരു കോവൽത്തോട്ടവും പാവൽത്തോട്ടവും നന്ദകുമാറിന് സ്വന്തമായുണ്ട്. പ്രത്യേകമൊരുക്കിയ വലപ്പന്തലുകളിലേക്കാണ് അവ വലിഞ്ഞു കയറുന്നത്. കോവൽ 1-2 മൂട് മതി 1-2 വർഷം വിളവെടുക്കാം. ഓരോ വിളവെടുപ്പും ഒരു ചെറു ഉത്സവമാണ്. പ്രാദേശികമായി ധാരാളം ആവശ്യക്കാരുണ്ട് കോവലിന്. ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറി വിള തന്നെ കോവൽ. എല്ലാ ആഴ്ചയും മുറനിറയെ വിളവെടുക്കാവുന്ന കോവലിൻ്റെ പ്രധാന ചൈതന്യം ആട്ടിൻവളം തന്നെ. കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പ്രീതിയും പ്രിയങ്കയുമാണ് പാവൽ. പ്രീതിയാകട്ടെ അധികം നീളം വയ്ക്കുന്ന ഇനമല്ല. എങ്കിലും പാവലിനെ ബാധിക്കുന്ന സാധാരണ രോഗങ്ങൾ പ്രീതിക്ക് വരാറില്ല. ഒരു കൈ വലിപ്പമുള്ള പാവയ്ക്കയ്ക്ക് നാടൻ പാവയ്ക്ക എന്ന ഇനത്തിൽ പ്രചാരമേറെയാണ്. വിപണിയിൽ ഇതിന് ആവശ്യക്കാരേറും. ഓരോ 3-ാം പക്കവും വിളവെടുക്കുന്ന പാവൽ നന്ദനം ഫാംസിന്റെ ലേബലിൽ കർഷക ക്ലബിലേക്ക് തന്നെയാണ് പോകുന്നത്. പാവയ്ക്കായ്ക്ക് ധാരാളം ആവശ്യക്കാരുണ്ട്. പാവലിനും കോവലിനുമൊപ്പം റോബസ്റ്റയും ഏത്തനുമൊക്കെ നന്ദകുമാർ കൃഷി ചെയ്യുന്നുണ്ട്. ഏത്തന് വില ഓണക്കാലം എത്തുന്തോറും ഏറും. സീസൺ നോക്കിയാണ് കൃഷി. കർഷകർ അറിയേണ്ടതും അതുതന്നെയാണ് എന്നാണ് നന്ദകുമാറിന്റെ പക്ഷം. മരച്ചീനിയും നീലമ്മാവുമൊക്കെ അതിരു നിൽക്കുന്ന നന്ദകുമാറിന്റെ നന്ദനം ഫാംസ് അക്ഷരാർത്ഥത്തിൽ ഒരു സ്വർഗീയ കൃഷിയിടം തന്നെ. അതിന് കാവൽക്കാരനായിരിക്കാൻ തനിക്ക് സന്തോഷമേ ഉള്ളൂവെന്ന് നന്ദകുമാർ സ്വയം പറയും. ഹരിതം സുന്ദരവുമായി നന്ദകുമാർ മനസ്സ് തുറന്നു. നമ്മളെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും നന്ദകുമാറിൻ്റെ ഈ കൃഷിയൊക്കെ ഒരു പ്രചോദനം ഉണ്ടാവും. അപ്പോൾ അവരോട് നന്ദകുമാർ നൽകാനുള്ള ഒരു ഉപദേശം എന്താ? കൃഷി ചെയ്യുവാൻ നമുക്ക് വേണ്ടുന്നത് മണ്ണല്ല, കൃഷി ചെയ്യുവാൻ നമുക്ക് മനസ്സാണ് വേണ്ടുന്നത്. മനസ്സുള്ള ഒരു കർഷകന് തീർച്ചയായിട്ടും കൃഷി ചെയ്യാൻ മണ്ണിൻ്റെ ആവശ്യമില്ല. അതാണ് എനിക്ക് ഈ അവസരത്തിൽ തരാനുള്ള ഒരു വിലയേറിയ നിർദ്ദേശം. നന്ദകുമാറിൻ്റെ ഒരു സ്വപ്നം എന്താ, ഇനി എന്ത് ചെയ്യണമെന്നുള്ളത്?
എനിക്കുള്ള സ്വപ്നം അതായത് എനിക്കിന്ന് ഏതാണ്ട് 53 വയസ്സോളമായി. ഈ 53 വയസ്സിനകത്ത് വെച്ച് എല്ലാ രീതിയിലുള്ള ജോലികളും ഒരുപാട് ജോലികൾ ചെയ്തു. അവസാനം ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കൃഷി മാത്രമാണ് എൻ്റെ പ്രധാന ജോലി. പ്രധാന വരുമാനവും കൃഷിയാണ്. എനിക്കുള്ള ഭൂമിയിൽ നിന്നും ഏകദേശം 8-8.5 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഒരു വർഷം എനിക്കുള്ള വിപണിയിൽ വിൽക്കുന്നുണ്ട്. അത് ആധികാരികമായ രേഖയുള്ളതാണ്. ഇഞ്ചക്കാട് ശാസ്ത്രീയ കർഷക സമിതി എന്നൊരു VAPCയുടെ ഒരു സംഘടന ഞങ്ങൾക്കുണ്ട്. ആ മാർക്കറ്റിലാണ് എനിക്കുള്ള ഉൽപ്പന്നങ്ങളെല്ലാം വിൽക്കുന്നത്. അവിടെ ഇതിനുള്ള രേഖയുള്ളതാണ്. കഴിഞ്ഞ 8-9 വർഷമായിട്ട് 15 വർഷം കൊണ്ട് കൃഷിയുണ്ടെങ്കിലും 10 വർഷം കൊണ്ട് കൃഷി കുറേശ്ശെ പഠിച്ചു വന്ന് 10 വർഷമായിട്ട് നല്ല രീതിയിൽ വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു. 8 വർഷമായിട്ട് ഈ മാർക്കറ്റിലെ മെമ്പറാണ്. അവിടുത്തെ ഭാരവാഹിയായിട്ടുണ്ട്, കമ്മിറ്റി മെമ്പറായിട്ടുണ്ട്, വൈസ് പ്രസിഡൻറ്റ് വരെ ആയിട്ടുണ്ട്. അവിടെ നിലവിൽ 8 വർഷം കൊണ്ട് ഏകദേശം 60 ലക്ഷത്തിൽ പരം രൂപയുടെ സാധനങ്ങൾ എൻ്റെ പുരയിടത്തിൽ നിന്ന് കൃഷി ചെയ്ത് വിറ്റതായിട്ട് രേഖ വരെയുണ്ട്. ഇതിനെല്ലാം സപ്പോർട്ട് തീർച്ചയായിട്ടും കൃഷി ഓഫീസിൽ നിന്നുണ്ടായിട്ടുണ്ട്. നമ്മുടെ സദാനന്ദപുരത്ത് ഉള്ള KVK കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നമുക്ക് ഏത് സമയത്തും ആവശ്യപ്പെട്ടാലും നല്ല കർഷകരെ അവർ ഒരിക്കലും നിരാശപ്പെടുത്താറില്ല. കൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് ബോധ്യമായാൽ അവർ നമ്മുടെ ഫ്ലോട്ട് സന്ദർശിക്കും. നമുക്ക് വേണ്ടുന്ന അവസരങ്ങളിലെല്ലാം അവർ നമുക്ക് പ്രചോദനം തരും. അതുപോലെ ഇവരുടെ ഒക്കെ ഡെമോകൾ ഒരുപാട് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുമുണ്ട്. പോളി ഹൗസായി, തുറന്ന സ്ഥലത്ത് പച്ചക്കറി കൃഷിയായി, മറ്റ് ആട് പരിപാലനമുണ്ട്. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നൊരു മത്സ്യകൃഷിയാണ് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചെറിയ രീതിയിലൊരു മത്സ്യക്കുളം ഇപ്പം നിർമ്മിച്ചിട്ടുണ്ട്. അതിനകത്ത് കഴിഞ്ഞ വർഷം ഞാൻ മത്സ്യത്തിന് ഇട്ടിട്ടുണ്ട്. നട്ടർ എന്ന് പറഞ്ഞൊരു മത്സ്യമാണ് ഇട്ടേക്കുന്നത്. അത് ഏതാണ്ട് ഇപ്പം 1 കിലോയോളം ആയ മത്സ്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ഇതിനെ ഒന്ന് വിപുലീകരിച്ച് മത്സ്യം നമുക്ക് തീർത്തും ഭയങ്കര ലാഭം ഉണ്ടാക്കി തരുന്നൊരു കൃഷിയാണ് മത്സ്യകൃഷി. ഇന്ന് മാർക്കറ്റിൽ 600 രൂപ മുതൽ മുകളിലോട്ടാണ് നല്ല മത്സ്യത്തിൻ്റെയൊക്കെ വില. നമുക്കെന്തുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് മത്സ്യകൃഷി ചെയ്തുകൂടാ? നാട്ടിൽ എല്ലാവർക്കും പാടങ്ങളുണ്ട്. പാടത്ത് ഇടവിള കൃഷിയായിട്ട് മത്സ്യകൃഷി ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ അടുത്ത വർഷത്തേക്ക് ഇടവിള കൃഷിയായിട്ട് മത്സ്യകൃഷി ചെയ്യും. എങ്ങനെയെന്നാൽ എനിക്ക് ഇപ്പോൾ 1 ഏക്കറോളം സ്ഥലത്ത് കപ്പ കൃഷിയുണ്ട്. കപ്പയുടെ പാത്തി ഒരാളാഴത്തിൽ താഴ്ത്തി എടുത്തിട്ട് അതിൽ ഇടവിളയായിട്ട് മത്സ്യകൃഷി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും വിവിധങ്ങളായ കൃഷി ചെയ്ത് സംയോജിത കൃഷിയുടെ ചക്രവർത്തിയാകാൻ താങ്കൾ കഴിയട്ടെ. ഞങ്ങൾ ആശംസിക്കും. മണ്ണിൽ നിറയുന്ന പച്ചപ്പും എങ്ങും നിറയുന്ന വിളകളുമാണ് നന്ദനത്തിൽ കാണുന്നത്. ഈ മണ്ണിൽ വീഴുന്ന ഓരോ വീർപ്പുനീരും പത്തരമാറ്റിൻ്റെ കനകമാകുന്ന കാഴ്ചകൾ. മണ്ണിൽ മുടക്കിയാൽ അതെന്നെങ്കിലും തിരിച്ചു കിട്ടും എന്ന സന്ദേശമാണ് ഭൂമി നൽകുന്നത്. നേരാം ഭാവുകങ്ങൾ.